നമസ്കാരം. 50 ലക്ഷം രൂപ 7 വർഷത്തേക്ക് പേഴ്സണൽ ലോണായിട്ട് ആവശ്യമുള്ളവർ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. പൊതുവേ നമ്മൾ ലോണുകൾ എടുക്കുമ്പോൾ വളരെ കുറച്ച് കാലത്തേക്ക് 5 മാസത്തേക്കോ 6 മാസത്തേക്കോ 1 വർഷത്തേക്കൊക്കെ മതി എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും അത് പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും ആ ദിവസങ്ങളിൽ നമുക്ക് EMI പോലും അടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ ലോൺ എടുക്കുന്ന സമയത്ത് വളരെ ലോങ് ആയിട്ടുള്ള ടൈമിലേക്ക് ലോൺ എടുക്കുക. കാലങ്ങൾ കഴിയും തോറും നമ്മൾക്ക് ഈ തുക ചെറുതായി വന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് അടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബുദ്ധി ലോങ് ടേമിലേക്ക് ലോൺ എടുക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് 50 ലക്ഷം രൂപ 7 വർഷത്തേക്ക് ലോൺ എടുത്താൽ ചെറിയ EMI വെച്ച് നിങ്ങൾ അടച്ചാൽ മാത്രം മതി. ഒരു 4 വർഷത്തേക്കോ 5 വർഷത്തേക്ക് അടക്കുന്ന അത്ര EMI നിങ്ങൾ അടക്കേണ്ട. ചെറിയ എമൗണ്ട് വരും, കാരണം 7 വർഷം വരെ സമയമുണ്ട്. അത്തരത്തിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കമ്പനിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു സൂപ്പർ ആയിട്ടുള്ള കമ്പനി, RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനി. അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് ലോൺ എടുക്കാം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ നമ്മൾ നിരവധി ലോൺ ആപ്ലിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കാം. നമ്മളെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകാരമുള്ള ആപ്ലിക്കേഷൻസും കമ്പനികളെ മാത്രമേ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ഒരു കമ്പനിയിൽ നിന്നും 1 രൂപ നമ്മൾ പൈസ വാങ്ങിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്ന എല്ലാവരും ഓർക്കുക, ഫ്രീ ആയിട്ട് RBIയുടെ സൈറ്റിൽ കയറിയിട്ട് ഡാറ്റ എടുത്തിട്ട് ആ ഓരോ ബാങ്കുകളിലെ ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ചാണ് നമ്മൾ കോണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതെല്ലാവരും ഓർത്ത് വെക്കുക. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾ ഓർക്കുക, ഇത്തരത്തിൽ RBI അപ്രൂവ്ഡ് അല്ലാത്ത ഏതൊരു ലോൺ ആപ്ലിക്കേഷനിൽ ലോൺ എടുക്കരുത്. അതിൻ്റെ മാനദണ്ഡങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നേരത്തെ ചെയ്യുന്നതൊക്കെ ഒന്ന് കണ്ടുവെക്കുക. അതിലൊക്കെ നിങ്ങൾ അറിവുള്ളവരാണ് എന്ന് 100% വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഞാനിതിൻ്റെ മുന്നോട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്സിസ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. RBIയുടെ NBFC ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ 37ാമത്തെ റാങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആക്സിസ് ഫിനാൻസ് ലിമിറ്റഡ്. ആക്സിസ് ഫിനാൻസ് ലിമിറ്റഡ് മുംബൈ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫേമാണ്. ഇവരാണ് ലോൺസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരുടെ ബിസിനസ് ലോൺ ഉണ്ട്, പേഴ്സണൽ ലോൺ ഉണ്ട്. ഈ പേഴ്സണൽ ലോണിലെ ഈ ഒരു ബാനർ നിങ്ങളൊന്ന് കണ്ടുനോക്കി. 50 ലക്ഷം രൂപ വരെ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 84 മാസം വരെയാണ് കാലാവധി. ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്ന ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലോൺ ഓഫറാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവർ മറ്റുള്ള ഒരുപാട് ലോൺസ് കൊടുക്കുന്നുണ്ട്. ലോൺസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, ഹൗസിംഗ് ലോൺസ്, ബിസിനസ് ലോൺസ്, എല്ലാ ടൈപ്പ് ലോണുകളും കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 50 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. ഇത് കാൽക്കുലേറ്ററാണ്. ഈ കാൽക്കുലേറ്റർ വെച്ച് നമുക്ക് കൂട്ടി നോക്കാം എത്ര എമൗണ്ട് വരെ ആ EMI ആകുന്നു. അതിന്റെ മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ ഈ 30% ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും പൊതുവെ ഉണ്ടാവാറില്ല. 12% വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 84 മാസത്തേക്ക് 50 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വരുന്ന EMI എന്ന് പറയുന്നത് 88,264 രൂപയാണ്. 50 ലക്ഷം രൂപയ്ക്ക് ഒരു മാസം വരുന്ന EMI 88,264 രൂപയാണ്. മാത്രമല്ല ഈ 50 ലക്ഷം രൂപ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 7 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 74,14,148. ഇനി ഞാനൊരു വെറുതെ ഒരു ജോക്ക് പറഞ്ഞോട്ടെ. ഈ പറഞ്ഞ 50 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 സെക്യൂർഡ് ആയിട്ട് ഒരു ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഒരു 12% മുതൽ മുകളിലേക്ക് നമുക്ക് റിട്ടേൺസ് നമുക്ക് കിട്ടാറുണ്ട്. പൊതുവെ 15-25% നമുക്ക് റിട്ടേൺ കിട്ടാറുണ്ട്. അങ്ങനെ റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, എത്ര പൈസ ഒരു വർഷം കൊണ്ട് നമ്മൾ 50 ലക്ഷം രൂപ എന്നുള്ളത് ഒരു 4 വർഷം കൊണ്ട് നമുക്ക് ഡബിൾ ആവുന്ന സാഹചര്യം എത്തും. അപ്പോൾ ഒരു 5 വർഷം കൊണ്ട് നമ്മൾ ഒട്ടുമിക്ക മ്യൂച്വൽ ഫണ്ടുകൾ ഡബിൾ ആവാറുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പൈസ 50 ലക്ഷം തൊട്ട് 1 കോടി രൂപയിലേക്ക് എത്തും. ഈ 1 കോടി എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ 74 ലക്ഷം രൂപയാണ് ഇവരുടെ ടോട്ടൽ എമൗണ്ട് വരിക. അത് അടച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കയ്യിൽ നമുക്ക് ഇഷ്ടം പോലെ എമൗണ്ട് ഉണ്ടാവും. ഇതൊരു ജോക്കാണ്, ഒരിക്കലും ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം ഇത്രയൊക്കെ എമൗണ്ട് കൊണ്ടിട്ട് ഒരാൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യില്ല. ലോൺ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെ ചെയ്യാറുമില്ല, ആർക്കും ഇഷ്ടമല്ല. ഒരുപാട് അത്യാവശ്യം നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ലോൺ പൊതുവെ എടുക്കാറ്. അങ്ങനെ അധികം പണം ഉണ്ടെങ്കിൽ എല്ലാവരും ഇൻവെസ്റ്റേഴ്സ് ആകുമായിരുന്നു. അത്തരത്തിൽ നല്ല ഒരു കമ്പനിയാണ് ഈ പറഞ്ഞ ആക്സിസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇവരുടെ മറ്റൊരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട്. ഇവർക്ക് ഒരുപാട് ഓഫീസ് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും 30+ ഓഫീസസ് ഡെലിവറിംഗ് ദ ലോൺസ് അക്രോസ് 250 ലൊക്കേഷൻസ്. അവരുടെ ലൊക്കേഷൻസ് അറിയാൻ പറ്റും. 20,000 കോടി ഗ്രോസ് AUM ഉണ്ട്. 60,000+ കസ്റ്റമേഴ്സ് ഇവർക്കുണ്ട്. AAA റേറ്റിംഗിലുള്ള ഒരു വൺ ഓഫ് ദ ഹയസ്റ്റ് റേറ്റഡ് NBFC ആണ്. AAA റേറ്റിംഗ് ആണ് ഇവർക്കുള്ളത്. സോ ഇവരുടെ കോൺടാക്ട് ചെയ്യാനുള്ള, ലൊക്കേറ്റ് ചെയ്യാനുള്ള മെനു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കോൺടാക്റ്റസ് ഫോം ഇവിടെ കോൺടാക്റ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവരുടെ ടോൾ ഫ്രീ നമ്പർ. ഈ നമ്പറിൽ വിളിക്കാം. ആക്സിസ് ഫിനാൻസ് ലിമിറ്റഡ്, ആക്സിസ് ഹൗസ്, അവരുടെ ഓഫീസ് വരുന്നത് മുംബൈയിലാണ്. വാട്സപ്പ് സർവീസ് അവൈലബിൾ ആണ്. വാട്സപ്പിന്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ പ്രസൻസ് എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻസിന്റെ കാര്യങ്ങളൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ സിറ്റിയിലും അവരുടെ പ്രസൻസ്. നമുക്ക് കേരളത്തിൽ വല്ല എന്തെങ്കിലും പ്രസൻസ് ഉണ്ടോ എന്ന് നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഓഫീസ് ഉണ്ടോ നോക്കാം. കേരളത്തിൽ നമ്മൾ ഓരോ ലൊക്കേഷൻ അടിച്ചു. കേരളത്തിൽ 3 ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്: കൊച്ചി, ആറ്റിങ്ങൽ, അതുപോലെ തന്നെ കുട്ടനെല്ലൂർ. ഓക്കെ, ഞാൻ കൊച്ചി അടിച്ചു. ഗെറ്റ് ഡയറക്ഷൻ കൊടുത്തത് ഇവിടെ അഡ്രസ്സ് വന്നിട്ടുണ്ട്. ആക്സിസ് ഫിനാൻസ് ലിമിറ്റഡ്, ഗ്രൗണ്ട് ഫ്ലോർ, പ്രൊവിഡൻസ് MKB റോഡ്, പാലാരിവട്ടം. പാലാരിവട്ടത്ത് ഇവരുടെ ഓഫീസ് അവൈലബിൾ ആണ്. അടുത്ത കോൺടാക്ട് നമ്പറാണ് നിങ്ങൾ ഈ കാണുന്നത്. രാവിലെ 9 മുതൽ 6:30 വരെ ഓഫീസ്, 9:30 6:30 വരെ ഓഫീസ് അവൈലബിൾ ആണ്. കുട്ടനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയും ഓഫീസ് അവൈലബിൾ ആണ്. അവിടുത്തെയും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നീട് കേരളത്തിൽ ഓഫീസ് ഉള്ളത് ആറ്റിങ്ങൽ ഓഫീസ് ഉണ്ട്. ആറ്റിങ്ങലിലെ ഓഫീസ് അഡ്രസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിൽ ഇവർക്ക് കേരളത്തിൽ ഓഫീസ് ഉണ്ട് താനും. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയൊക്കെ വലിയ ഫണ്ടല്ലേ, നിങ്ങൾക്ക് വേണം നേരിട്ട് അവരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലോണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. 100% ജെന്യൂൻ ആയിട്ടുള്ള
ആയിട്ടുള്ള ഒരു RBI അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു NBFC കമ്പനിയാണ് ആക്സിസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ആക്സിസ് ബാങ്കുമായിട്ട് അടുത്ത ടൈപ്പ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ആക്സിസിൻ്റെ ലോഗോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ആക്സിസിൻ്റെ സെയിം ലോഗോ ആക്സിസ് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്പനിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുക, ചെക്ക് ചെയ്യുക. അവരുടെ ഓഫീസ് വേണം, ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് ലോൺ കാര്യങ്ങളൊക്കെ എടുക്കുക. അല്ലാത്തവർ ഓൺലൈനിലൂടെ തന്നെ ട്രൈ ചെയ്യുക. എല്ലാവർക്കും ലോൺ കിട്ടട്ടെ. ശ്രദ്ധിച്ചും കണ്ട് ലോൺ എടുക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈബർ സെല്ലിൻ നമ്പർ കാര്യങ്ങളുടെ അവരെ കോൺടാക്ട് ചെയ്യണം. ഒരു കാരണവശാലും RBI അപ്രൂവ്ഡ് അല്ലാത്ത ഒരു ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുക്കരുത്. മാത്രവുമല്ല, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, പല RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ ആപ്പിൻ്റെ പേരിൽ, അതായത് പറഞ്ഞ ഒരു കമ്പനിയുടെ പേരിൽ ക്രെഡിറ്റ് ബി എന്ന് പറഞ്ഞൊരു RBI അപ്രൂവ്ഡ് ആണ്. ആ ക്രെഡിറ്റ് ബിയുടെ പേരിൽ ആ BEE ഉണ്ടല്ലോ, ആ ഇയുടെ കൂടെ ഒരു കൂടി കൂട്ടി 3 ആക്കിയിട്ട് ക്രെഡിറ്റ് ബി എന്ന് പറഞ്ഞിട്ട് അതേ ലോഗോ വെച്ചിട്ട് പല തട്ടിപ്പ് അപ്ലിക്കേഷൻസും ഇറക്കാറുണ്ട്. ഒരക്ഷരമൊക്കെ മാറ്റി. അതുപോലെ K കൂട്ടിയിട്ടാണ് ക്രെഡിറ്റ് ബി വരുന്നത്, C കൂട്ടിയിട്ട് ക്രെഡിറ്റ് ബി എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്കാമേഴ്സ് പ്ലേ സ്റ്റോറിൽ ഇങ്ങനെയുള്ള ഒരുപാട് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള അക്ഷരങ്ങളൊക്കെ മാറ്റിയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ അതിന് ഡെവലപ്പർ ആരാണ്, ആ ഡെവലപ്പറിൻ്റെ കമ്പനിയുടെ പേരുണ്ടോ, ആ കമ്പനി അവിടെ ഉണ്ടോ എന്ന് നോക്കുക. ആപ്പ് എത്ര ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അവരുടെ റിവ്യൂസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ ക്രെഡിറ്റ് ബി എന്ന് പറഞ്ഞ ആപ്പ് ഏകദേശം 1 കോടിക്ക് മുകളിൽ ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്തിപ്പെട്ട ആപ്ലിക്കേഷൻ ആകെ 10,000 ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സംശയിക്കണം. അപ്പോൾ ഏകദേശം നിങ്ങൾ ഇവരുടെ കമ്പനിയുടെ സൈറ്റിൽ കയറിയിട്ട് അവരുടെ ഏതാണ് സ്പെല്ലിംഗ്, അതേ സ്പെല്ലിംഗ് തന്നെ നമ്മൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്ത് കറക്റ്റ് ആപ്ലിക്കേഷന് മാത്രം ലോൺ എടുക്കുക. ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ ഈ ഇടയ്ക്ക് ഈ കഴിഞ്ഞ 1 മാസത്തിനിടയിൽ ആൾക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്ത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചും കണ്ട് ലോൺ എടുക്കുക. എല്ലാവർക്കും ലോൺ കിട്ടട്ടെ, എല്ലാവരുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും എല്ലാവരോട് അപേക്ഷിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.